മനാഹബ്ബ ദുനിയാ മനാഥറബു ഇദാ ആഥറബു ദുനിയാഹു അലാ ആഖിറതിഹി ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി. ഒരാൾ ദുനിയാവിനെ ആഖിറത്തിനേക്കാൾ തിരഞ്ഞെടുത്താൽ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യമുണ്ടാകും. നിങ്ങൾ ചിന്തിക്ക്, ഒരു 50 തെങ്ങ് 10, 25, 50 തെങ്ങ് കൊണ്ട് നമ്മൾ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു തോന്നി ഇല്ലേ? ഒരു 10, 50 തെങ്ങ്, 8, 10 മക്കളെ പോറ്റും, കെട്ടിക്കും, കടല്ല ഉണ്ടാവില്ല, റായത്ത് ജീവിക്കും, പള്ളി ഉണ്ടാക്കും, മദ്രസ ഉണ്ടാക്കും, എല്ലാം. ഇന്നത്തെ അവസ്ഥ എന്താ? പണം കൂടിയപ്പോൾ പള്ളിയൊക്കെ അറബി ഉണ്ടാക്കി. ആരോട് പറയത്തിട്ടാ? ആരോട് പറയട്ടെ? എന്റെടാ ഉളുപ്പ് എന്നൊരു സാധനം നമുക്ക് ബാക്കിയുണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ എൻ്റെ നാട്ടുകാരാ. 1 കിലോ റബ്ബറിന് 146 റുപ്യൊക്കെയാ വില. എന്നിട്ടും ഒരൊറ്റ പള്ളി നാട്ടുകാരുണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. എവിടെ ചിന്തിക്കണം, എന്താ മനുഷ്യന് പറ്റിയത്? നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കും, അറബികൾ പള്ളി ഉണ്ടാക്കി തന്ന കമ്മിറ്റി നമ്മളായി കൊടുക്കും. അത് പിന്നെ വിദേശികളെ സ്വീകരിക്കൂല. പള്ളി ഉണ്ടാക്കിയ അറബി അങ്ങാനും പറയാണ് പ്രസിഡന്റ് എന്നെയാക്കണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പറയും അത് നമ്മൾ വാപ്പാപ്പാപ്പമാരെ കാലത്തൊരു കീഴ്വഴക്കുണ്ട്, ഈ നാട്ടിൽപ്പെടാത്ത ഒരാള് പ്രസിഡന്റ് ആകും, നമ്മളതൊരു കറാമത്താണത്. പള്ളി അറബികൾ ഉണ്ടാക്കിയാൽ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ കമ്മിറ്റി ആയി കൊടുക്കും. പിന്നെ നമ്മളെ വാപ്പാന്റെ മുതലുമാതിരി നമ്മൾ നടത്തി കൊടുക്കും. അങ്ങനെയാണ്, അതാണ് നമ്മളൊരു തൗഫീഖ്. മനുഷ്യന്മാർ ചിന്തിക്കും, എന്നാ ഇനി മനുഷ്യന്മാരുണ്ടാവും. പണം 1 ഉറുപ്പിക കണി കാണാത്ത കാലത്താണ്, 1 ഉറുപ്പിക കണി കാണാത്ത കാലത്താണ് ഈ പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കിയത്. 1 ഉറുപ്പിക ഇല്ലാത്ത കാലത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് അട്ട കടിക്കുന്ന പാടത്ത് പണിയെടുത്താൽ 2 ഓട്ടമുക്കാല് കിട്ടും. അക്കാലത്ത് എന്തായിരുന്നു? അന്നാട്ടിലെ ഏറ്റവും വലിയ വീട് അക്കാലത്ത് പള്ളിയാ. അല്ലേ? എന്നിട്ടോ ഇന്നെത്രയാണ് പണം? എല്ലാവർക്കും സൗകര്യമുണ്ട്. ചിന്തിക്കണം. പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന പെണ്ണുങ്ങള് കാത് നിറയെ 1, 2 കൊല്ലം ഈ ചില്ലിക്കാശ് സ്വരൂപിച്ചിട്ട് ചിറ്റിടും. ചിറ്റൊക്കെ എങ്ങനെ കാതിലായി വരുന്ന സമയത്താണ് നല്ല നാവിന് നീളമുള്ള ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് ഒറ്റ വയറില് അന്ന് മുറിക്കും ചിറ്റ്. മുറിച്ചു കൊടുത്ത ചിറ്റികളിലെല്ലാം ചോരയുടെ പാടുണ്ടായിരുന്നു. ചിന്തിക്ക്. ഒരു രാത്രി 670 ചിറ്റി മുറിച്ചു ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വലിയായിരുന്നു. അതായത് ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരെ ജ്യേഷ്ഠൻ. എന്താ മുതല്! ഒരൊറ്റ രാത്രി 670 ചിറ്റി മുറിപ്പിച്ചു. ആ പെണ്ണുങ്ങൾ ചിറ്റങ്ങോട്ട് മുറിച്ചട് കൊടുത്തയച്ചു. 670 പെണ്ണുങ്ങൾ ചിറ്റി മുറിച്ചു കൊടുത്തയച്ചു ഒരു രാത്രിക്കത്തെ വേദന. എങ്ങനെ കഷ്ടപ്പെട്ടായിരിക്കും ആ വെള്ളിച്ചിട്ടുണ്ടാക്കിയത്. അങ്ങനെയാ പള്ളി ഉണ്ടാക്കിയത്, അങ്ങനെയാ മദ്രസ ഉണ്ടാക്കിയത്. നമ്മൾ എന്തുണ്ടായി? പള്ളികളിൽ അവകാശം പറഞ്ഞു, മദ്രസകളിൽ ചുമര് വെച്ചു, അറബി പണം കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി. നമ്മൾ ചിന്തിക്കണം, എന്തേ നമ്മൾ ചെയ്തത്? എന്താ കാര്യം? നിങ്ങൾ ചിന്തിക്ക്. ഒരു 25 ലക്ഷം റുപ്യന്റെ ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ 25 കക്കൂസിന്റെ പൈസ മതി. മര്യാദക്കൊരു കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം റുപ്യ. ഇല്ല അജയര്? ഇല്ല നിങ്ങൾ പറ. നല്ല വിവരമുള്ള ആളുകൾ, ആ വിഷയത്തിലൊക്കെ നല്ല വിവരമുള്ള ആളുകൾ പുറത്തുണ്ട്. അല്ല നിങ്ങൾ പറയേ, ഒക്കെ കണക്കുള്ളവരാണുണ്ട്. എന്നെ 20 കക്കൂസ് ഒരു വീട്ടിലോ? ഈ പള്ളിയൊക്കെ ഉണ്ടാക്കിയ കാലത്ത് നമ്മളെ നാട്ടിൽ വീട്ടിൽ ഒരു കക്കൂസ് ഇല്ല. നേരം വെളുത്താല് വിളിമ്പുറത്തേക്ക് പോവുക. ഇല്ല ഓരോ ആജ്യന്മാരിരുന്ന് അങ്ങനെ വീട്ടിലെ ഷോക്കേസിലെ ബൊമ്മയെ പോലെ തല ഇങ്ങനെ ആട്ടിയിരിക്കണ. ചിന്തിക്ക്. ഞാൻ തമാശ പറയാണ്, അല്ലാഹു നന്നാക്കട്ടെ. ഈ പള്ളിയും വാഖഫൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരു കക്കൂസില്ല. ഇന്നോ
4 വീട്ടിൽ 6 കക്കൂസ്. എന്താ അവസ്ഥ? എങ്ങനെ വളർന്നാവും? ഇതാ ഇവിടെ ഈ കുനിയിൽ അടുത്തൊരു സ്ഥലത്ത് 15 കുടുംബങ്ങൾ ചേകനൂരായി. പ്രസംഗിക്കാൻ വേണ്ടി, ചേകനൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ കുനിയിലൊരു വയസ്സൻ വന്നിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ 2 വാക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ അണ്ണാക്ക് കയറി പറയുന്നത്? ഇവര് നന്നാവൂലടാ എന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഒന്നുമല്ല, ഇവരെ ഇരിക്കുന്ന വീടുകളും ഇവരെ പറമ്പുകളും ഒക്കെ വായക്കാട്ടെ ദാറുൽ കുഴപ്പ കൊടുത്ത വഖഫിന്റെ സ്വത്താവുന്നു. അതിലാണ് ഇന്നവർ വീട് കെട്ടിപ്പാർക്കുന്നത്. വഖഫിന്റെ ഭൂമി സ്വന്തപ്പെടുത്തിയ മനുഷ്യന്മാർക്ക് എങ്ങനെ ഈമാൻ ഉണ്ടാവുക? അവരെ മക്കൾ ദജ്ജാലും ചേകനുവരും അല്ലാതെ എന്താവുക എന്ന് ചോദിച്ചു. എന്റെ കുട്ടി ഇന്നെ വിളിച്ചവരെന്ത് പുരണ്ടാവൂലാറ്. ചിന്തിക്കണം. ഒരു വയസ്സൻ കുനിന്ന് കഴിഞ്ഞതിന്റെ മുകളിലേക്കുള്ള അള്ളാനെയും കട്ടു, വഖഫിന്റെ മുതലും കട്ടു, ഒക്കെ കട്ടു. എന്തിന്? ഈ നിസ്സാരമായ ദുനിയാവിന് വേണ്ടി. അതാണ് അർബഅത്തുൻ മിനത്തുയുരി തൈറു തൗസുനാദി കുൻ ഖുറാബുൻ നാസിറു. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അതുകൊണ്ട് ഹിർസ് മനുഷ്യന്റെ ഏറ്റവും വലിയ നാശമാണ് ഹിർസ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. തസവ്വുഫിന്റെ കിതാബുകൾ നാട് നീങ്ങും. ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പാപ്പ പറഞ്ഞു, തസവ്വുഫിന്റെ കിതാബില്ലാതെയോ? അതായത് ഹൃദയ ശുദ്ധീകരണത്തിന്റെ പാഠങ്ങൾ മലയാളികൾ മറക്കും. ആഖിർസമാനായാൽ അത് നമ്മൾ മറന്നു. അതുക്കിയ പോലത്തെ ഒന്നും ഇന്ന് നമ്മുടെ ജീവിതത്തിലില്ല. ഹൃദയ ശുദ്ധീകരണത്തിന് في السفينة يركب ويغوص باهرا ثم درا حسفلا وقد ذكرت الطريقة والحقيقة يا أخي من غير فعل شريعة لم تحصلا. അതുക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബായിരുന്നു. അതെല്ലാ പള്ളിയിലും ഓടിയിരുന്നു. ഇന്ന് പള്ളിയിലെ ഓത്ത് തന്നെ നിർത്തി. ദർസില്ല, ദർസിൽ താല്പര്യമില്ല. ദർസുകൾ അന്യാധീനപ്പെട്ടു, ദർസിൽ താല്പര്യമില്ല. ഇന്നോ ഏത് പള്ളിയിലാണ് മുഅ്മിനീങ്ങളെ തസവ്വുഫിന്റെ കിതാബ് ഓടിയത്? ദർസിൽ നിന്നായിരുന്നു. എന്തിനാ തസവ്വുഫ്? ഹൃദയത്തെ നന്നാക്കാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് പള്ളിക്കാരോട് പറയാനുള്ളത്, എന്തു വന്നാലും പള്ളി ദർസ് ഉണ്ടാക്കണം. ആരെ മക്കളെ അയക്കണം? വിദേശി മക്കൾ പഠിച്ചോട്ടെ, കമ്മറ്റിക്കാരെ മക്കളെ ആദ്യം അയക്കണം. എന്തുകൊണ്ട്? ഐസക് ന്യൂട്ടന്റെ വിജ്ഞാനം പഠിക്കണ്ടാണ് എനിക്ക് വാദമില്ല. ആ വിജ്ഞാനം റബ്ബ് ഇറക്കിയതാണ്. പക്ഷെ അത് ഇറക്കിയത് ആ ഐസക് ന്യൂട്ടനിലൂടെയാണ്. അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്ത് കുളിച്ചിട്ടില്ല. ഇങ്ങോട്ട് കുളിക്കൂല. ആര്? ഒന്ന് പറയും മനുഷ്യന്മാര്. ഐസക് ന്യൂട്ടൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്ത് കുളിച്ചിട്ടില്ല. ജെയിംസ് വാട്ടാണ് തീവണ്ടി കണ്ടുപിടിച്ചത്. ആശാരിയുടെ മോന, കാർപ്പൻട്രാ. റൈറ്റ് ബ്രദേഴ്സാണ്, മുശ്രിക്കീങ്ങളായ റൈറ്റ് ബ്രദേഴ്സാണ് വിമാനം കണ്ടുപിടിച്ചത്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയ. ചിന്തിക്ക്, അവരൊക്കെ മുശ്രിക്കീങ്ങളാ, വിചാരികളും തെമ്മാടികളും. ചിന്തിക്ക്, എന്താ അവരൊക്കെ? ആ വിജ്ഞാനത്തിന് എന്ത് വിലയാ ഉള്ളത്? അതൊക്കെ ദുന്യാവ്. ഇതിപ്പോ ഒരു എന്താ പറയാ, ഫാനാ. ഇതുകൊണ്ട് ഉപകാരല്ലേ? ഉപകാരമുണ്ട്. എന്തിനാ ഉപകാരം? അതുകൊണ്ട് ഉപകാരല്ലേ? ഉപകാരമുണ്ട്. എന്തിനാ ഉപകാരം? തടിക്ക ഉപകാരം. തടിയോ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിങ്ങൾ ചിന്തിക്ക്,
മിൻഹാ ഖലഖനാകും, ഈ തടി പിന്നെന്ത് ഫാനാ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഏതാ ഇതിന്റെ വിജ്ഞാനത്തിന് ഈ ദുനിയാവിനപ്പുറം വിലയില്ല. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ വിജ്ഞാനം ഏതാ? അത് റൂഹിന്റെ വിജ്ഞാനമാണ്, അതിന് മരണവുമില്ല. يسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. എന്തൊരായത്താണ്! يسألونك عن الروح قل الروح من أمر ربي. തടിക്കൊന്നുമില്ല. ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞു, എന്റെ തടി കൊണ്ട് ഞാൻ ഈ സഭ പിരിയുന്നതിന് മുമ്പ്, ആയിരക്കണക്കായ കിലോമീറ്റർ മുമ്പ് എന്റെ അപ്പുറത്ത് നിന്ന് ബൽഖീസിന്റെ സിംഹാസനം ഞാൻ മണിക്കൂറുകൾ കൊണ്ട് ഏറ്റിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു ഇഫ്രീത്ത്. പറഞ്ഞ അപ്പോൾ റൂഹിന് ശക്തിയുള്ള ഒരാൾ പറഞ്ഞു, തടിക്കല്ല ശക്തി, എന്തിനാ? റൂഹിന്. ആ മനുഷ്യൻ പറഞ്ഞു, ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അനാതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക വഇന്നി അലൈഹി وقال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي. എന്താണ് ആയത്തിന്റെ രസം? ഭയങ്കര രസം. അതായത് ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഇഫ്രീത്ത് പറഞ്ഞു, വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, അത് കൊണ്ടുവരാൻ മാത്രം എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. കാരണം അയാൾ കൊണ്ടുവന്നത് ശക്തി കൊണ്ടാ. നിങ്ങൾ ഉറങ്ങിയ, എന്നാൽ കൊണ്ടുവന്നാൽ തന്റെ ശക്തിയെ കുറിച്ച് പറയുന്നില്ല. അയാൾ കൊണ്ടുവന്നത് ശക്തി കൊണ്ടല്ല, റൂഹ് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഞാൻ വലിയ ഒരു ആശയത്തെ അങ്ങോട്ട് ചെറുതാക്കി പറഞ്ഞതാ. മനസ്സിലായോ? വണ്ടിയുടെ പുറത്തൊക്കെ ഉണ്ട് ഹനുമാനും ലങ്കയും കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ. അതും കണ്ടിട്ടില്ലേ കോഴിക്കോട്ടുകാരെ? നിങ്ങൾ ഈ പാർസൽ സർവീസിന്റെ നാട്ടുകാരായിട്ട് ഇല്ലേ? മനസ്സിലായില്ലേ? ഇതാണ് ആര് പറഞ്ഞത്? ഇഫ്രീത്ത്. മറ്റേയാൾ അങ്ങനെയല്ല, മറ്റേയാൾ റൂഹിന്റെ ശുദ്ധിയാണ്. അതാണ് ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ. ഇവിടെ അങ്ങട്ട് ശുദ്ധിയായാൽ അവിടെ കാണും, ഒന്നും വേണ്ട. لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء. ഇവിടെ നന്നായാൽ ആകാശത്തേക്ക് കാണും, ഇവിടെ നന്നായാൽ അവർക്ക് ഭാവി കാലം ഇവിടെ ഇരുന്ന് പറയാൻ കഴിയും. കയ്യ് നോക്കണ്ട. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അങ്ങാടിയിൽ കൂടെ നടന്നപ്പോൾ ഒരു യഹൂദി പെണ്ണ് എന്റെ മുന്നിലൂടെ പോയി. ശ്രദ്ധിക്കുന്നുണ്ടാ? അപ്പൊ ഞാൻ ആ പെണ്ണിനൊന്ന് നോക്കിപ്പോയി. ഒരു പെണ്ണിന്റെ മുന്നിലൂടെ പോയി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മുന്നിലൂടെ ഒരു യഹൂദിയായ പെണ്ണ് എന്റെ മുന്നിലൂടെ പോയി. ഞാൻ ആ പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി. പിന്നെ ഞാൻ നേരെ പള്ളിയിൽ കയറി ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പള്ളിയിലിരിക്കുന്നുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അന്ന് ഖലീഫയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം മടക്കാനൊന്നും ഒരു രസമല്ല മൂപ്പർക്ക്. ആർക്ക്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. സലാം ഒന്നും റാഹത്തിൽ മടക്കിയില്ല. എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, തഖൂലൂന ഇന്നകും അഹ്ലുൽ കിതാബി വസ്സുന്ന വഅലാമത്തുസ് സിനാ ളാഹിറത്തുൻ അലൈക്കും. ഖുർആന്റെ സുന്നത്തിന്റെ ആള് എന്ന് പറഞ്ഞങ്ങനെ നടന്നോളൂ, മുഖത്ത് സിനാന്റെ അടയാളം. മനസ്സിലായില്ല? പള്ളിക്കൊക്കെ പോയപ്പോൾ നിങ്ങൾ ഉറങ്ങിയ പള്ളിയൊക്കെ നടക്കായിരുന്നു ഞാന്. അപ്പോൾ റോട്ടിൽ കണ്ടൊരു പെണ്ണിനൊന്ന് നോക്കിപ്പോയി. പള്ളിയൊക്കെ കയറി ചെന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ സലാം പറഞ്ഞു. ഉസ്മാൻ വേണ്ടത്ര മടക്കിയില്ല. എന്നോട് പറഞ്ഞു, തഖൂലൂന ഇന്നകും അഹ്ലുൽ കിതാബി വസ്സുന്ന
ഖുർആന്റെയും ഹദീസിന്റെയും ആളുകളാന്ന് പറഞ്ഞു നടന്നോളൂ. വഅലാമത്തു സിനാ ലാഹിറത്തുൻ അലൈക്കും, മുഖത്ത് സിനാന്റെ അടയാളം. അപ്പോൾ ഞാൻ ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ അനസലൽ വഹ്യു ബഅദ റസൂലില്ലാഹ്, അല്ല മഹാനെ റസൂലുള്ളാഹി വഫാത്തായിട്ടും ഇവിടെ വഹി ഇറങ്ങിയോ? ഫഖലല്ല, വഹിയൊന്നും ഇറങ്ങിയിട്ടില്ല. ഫിറാസത്തുൻ സാദിഖ, നിന്റെ മുഖത്ത് ലക്ഷണമുണ്ട് എന്ന് പറഞ്ഞു ഉസ്മാൻ. എടാ, ഇത് ഐസക് ന്യൂട്ടന്റെ വിവരമല്ല. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആ സൂഫിയാക്കളാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഇന്ന് സൂഫിയാക്കൾക്ക് സ്ഥാനമില്ലാതെയായി. തസവ്വുഫ് പഠിപ്പിക്കുന്നുമില്ല, ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദീനയെന്ന് ഹബീബായ നബി പഠിപ്പിച്ച പറഞ്ഞയച്ച മഹാനാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ഓർക്ക പറ, സുൽത്താനുൽ ഹിന്ദ് റളിയല്ലാഹു അൻഹു രാജസ്ഥാനിൽ വന്നു. രാജസ്ഥാനിലെ രാജാവിനോട് വുളു ഉണ്ടാക്കാൻ ഒരൽപ്പം വെള്ളം ചോദിച്ചു. രജപുത്ര രാജാവ് വെള്ളം കൊടുത്തില്ല, നിർബന്ധിച്ചു. ഒരു വുളു എടുക്കാനുള്ള വെള്ളം കൊടുത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ കൂടെ ഉസ്താദ് ഉണ്ടായിരുന്നു. ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ യാത്രയിൽ കൂടെ ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ, എനിക്ക് വേണ്ട, ഞാൻ തയമ്മ ചെയ്ത് നിസ്കരിച്ചോളാം, എന്റെ ഉസ്താദിനെങ്കിലും ഒരു തുള്ളി വെള്ളം എടുത്തോട്ടെ. അപ്പോൾ രാജാവ് ഉസ്താദിന് മാത്രം ഒരു പാത്രത്തിൽ വെള്ളം കോരാൻ കൽപ്പിച്ചു. ഉസ്താദിന് മാത്രമുള്ള വെള്ളം എടുത്തോളൂ. അനാസാഗറിൽ നിന്ന് നിറഞ്ഞ് സമ്പന്നമായി നിൽക്കുന്ന വിശാലമായ അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം അങ്ങോട്ട് കോരി. അനാസാഗർ വറ്റി, യമുന വറ്റി, എല്ലാം വറ്റി. മുല കൊടുക്കുന്ന പെണ്ണുങ്ങളെ മുലപ്പാല് പോലും വറ്റി. സ്വലാത്തുള്ള ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഇതിന്റെ ഉള്ളില് സാധനം വേണം. ഇനി ഈ കാസറ്റൊക്കെ ഓരോന്നും അക്ഷം നോക്കി പരിശോധിക്കുന്ന ഒരു വ്യായാമം ഇവിടെ ഉണ്ടാവാറുണ്ട്. റമദാൻ കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ചോളൂ. നിങ്ങളെ ഖുർആനും എന്റെ ഖുർആനും തമ്മിലുള്ള വ്യത്യാസമാണത്. ഇതൊക്കെ നിഷേധിക്കുന്നിടത്താണ് നിങ്ങളുടെ പാഠം എത്തുന്നത്. അതല്ലാതെ ഞാൻ ഈ ഖുർആനിൽ ഒന്നോട്ട് കാണുന്നില്ല. എന്റെ ഖുർആനും നിങ്ങളെ ഖുർആനും തമ്മിലുള്ള വ്യത്യാസം അതാ. അക്ഷരം തിന്നുന്ന പശുക്കളെ പോലെ ആയാ പോരാ. അള്ളാഹു ഇവിടെ പശ കൊടുക്കണം, ഇതിന്റെ ഉള്ളിൽ അള്ളാഹു മൗഹിബത്ത് നൽകണം. لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي. ഇതാണ് തസവ്വുഫ്. അടുപറ്റി രാജാവ് കാല് പിടിച്ചു. രാജാവ് മാപ്പ് പറഞ്ഞു. അനാസാഗറിലേക്ക് വെള്ളം വിതറി. വെള്ളം മടങ്ങി വന്നു. 90 ലക്ഷം ആളുകൾ ആ സംഭവത്തിൽ മുസ്ലിമായി. എത്ര 90 ലാഖ്. MK സാനുവും പ്രൊഫസർ MK സാനു, സച്ചിദാനന്ദൻ, സുകുമാർ അഴീക്കോടൊക്കെ പുറത്തിറക്കി എഡിറ്റർമാരാക്കി പുറത്തിറക്കിയിട്ടുള്ള നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിന്റെ വിജ്ഞാനകോശമായ വിശ്വവിജ്ഞാന കോശത്തിൽ എന്ന അധ്യായത്തിൽ ഖാജ മുഈനുദ്ദീനുൽ ചിശ്തിയെ പരിചയപ്പെടുത്തി തുടങ്ങുന്നത് തന്നെ ഈ മനുഷ്യന്റെ അത്ഭുത സിദ്ധി കൊണ്ട് ഇന്ത്യയിൽ 90 ലക്ഷം ആളുകൾ മുസ്ലിമായി എന്നാണ്. 90 ആളല്ല, എത്ര? 90 ലാഖ്, 90 ലാഖ്. എങ്ങനെയുണ്ട്? അതായിരുന്നു സൂഫിയാക്കൾ. അതിനിവിടെ സൂഫികൾക്ക് വിജ്ഞാന ശാഖയുണ്ടായിരുന്നു, അത് പഠിക്കാറുണ്ടായിരുന്നു. നാടന്മാര് വരെ വെള്ളം ഊരിക്കൊടുത്താൽ പാമ്പിന്റെ വിഷമിറങ്ങിയിരുന്നു. എന്തേ? നാടന്മാർക്ക് വിഷമിറക്കാൻ അനുഭവപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. നാടന്മാര് ഒരാളില്ലേ? 1 2 3 3 മാഷാ അല്ലാഹ്, 3-4 ആള് കൈപൊക്കിയല്ലോ. നാടന്മാര് വരെ വെള്ളം ഊരിക്കൊടുത്താൽ പാമ്പിന്റെ വിഷം. ഞാൻ കണ്ടതാണ്. തനി നാടനായിരുന്നു എൻ്റെ വല്യപ്പ. തനി നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ. വെള്ളം ഊരി കൊടുത്താൽ വിഷറും. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം വരെ അമ്മൻഷൻ അറിയുമായിരുന്നില്ല. തനി നാടൻ
പക്ഷേ സുമ്മിന്റെ ഇജാസത്ത് ഉണ്ടായിരുന്നു. അതിന്റെ ഔറാദുകൾ ചൊല്ലിയിരുന്നു. മാസത്തിലൊരിക്കൽ മമ്പർത്ത് പോയി സിയാറത്ത് ചെയ്തിരുന്നു. എല്ലാ തിങ്കളാഴ്ച രാവിലും മങ്കൂസ് വെയ്ത്ത് ചൊല്ലിയിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോറ്റിയിരുന്നു. ഒരു വിവരം ഉണ്ടായിരുന്നു. ഉള്ളു എടുത്തിട്ട് കണ്ണ് പൂട്ടിയിരുന്നു. ഉള്ളു എടുത്തിട്ട് കണ്ണൂട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പേരക്കുട്ടിക്ക് മാത്രം ഉണ്ടാക്കണ്ട, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കിയപ്പോ ബഷീർ സാഹിബിനെ അറിയേണ്ട ഒരു പ്രായത്ത് അള്ളാഹു തരട്ടെ. അള്ളാഹു എല്ലാവർക്കും തരട്ടെ. പേരക്കുട്ടിയെ ഒറ്റക്കാക്കണ്ട, അള്ളാഹു എല്ലാവർക്കും തരട്ടെ. അല്ല, വെറുതെ ഒന്നും ആവുന്ന നിങ്ങൾ വിചാരിക്കും വേണ്ട. ഈ കാലം വരെ മഹാന്മാരെ പറ്റി നമ്മൾ മദ്ഹ് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെറുതെ പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു നമുക്ക് തരട്ടെ. ഞാൻ എൻ്റെ നാവുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞത് മഹാന്മാരും മദ്ഹാണ്. അതല്ലാതെ രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ ആരെ സ്നേഹിച്ചാൽ അവരെ കൂടെ പോകാൻ കഴിയുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. വെള്ള ഡൂടി കൊടുത്ത എന്റെ ഈ മമ്പർത്ത് തങ്ങൾ പാപ്പ മമ്പർത്ത് പോയി ജുമാന്റെ ദിവസം ചെന്നു. ജുമാക്ക് കൂടി ജുമായിൽ ഒരു റക്അത്ത് കഴിയുന്നതിന് മുമ്പ് കൈ കഴിച്ച് പുറത്തു വന്നു. ജുമാ കഴിഞ്ഞിട്ട് 4 റക്അത്ത് നിസ്കരിച്ചു. നാട്ടുകാരാകങ്ങട്ട് കൂടി. ഇതെന്താ പുതിയ ഒരാൾ വന്നിട്ട് നമ്മളെ ഇമാമിനെ പറ്റൂല. ഖാലി ജമാലുദ്ദീൻ എന്ന മഹാൻ അടക്കമുള്ളവർ മമ്പർത്തുള്ള കാലഘട്ടമാണിത്. അപ്പോൾ പറഞ്ഞു, ആളുകൾ വല്ല ബുദ്ധിമുട്ടിച്ചു. എന്താ നിങ്ങൾ ഞങ്ങളെ ഇമാമിനെ ഒഴിവാക്കി പോയിട്ട് ഒറ്റക്ക് നിസ്കരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മൂരിക്കുട്ടനെ പിന്നാലെ തെരഞ്ഞു നടക്കുന്നവന്റെ പിന്നാലെ ചാണകം മണത്തിട്ട് നിസ്കരിക്കാൻ വയ്യാം. തിരിഞ്ഞില്ല. മൂരിക്കുട്ടനെ തെരഞ്ഞു നടക്കുന്നവന്റെ പിന്നാലെ നിസ്കരിക്കുമ്പോ ചാണകം വാസനിക്കാണ്. അങ്ങനെയാണ് ഞാൻ കൈ ഒഴിവാക്കിയിട്ട് പുറത്ത് നിസ്കരിച്ചതെന്നാണ്. ആളുകൾക്ക് മനസ്സിലായില്ല. ഇമാമിനെ കൊണ്ടുവന്നു. ഈ ഇമാമ പറഞ്ഞു, മാപ്പാക്കണം എന്ന് പറഞ്ഞു. എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ എന്റെ മനസ്സിലേക്ക് വന്നത് എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 7 പോവാണ്. 7 കുട്ടിയുടെ മുടി കളയണം. എവിടുന്നാണ് ഒരു മൂരിക്കുട്ടനെ കിട്ടുക എന്നാണ് എന്റെ ചിന്തയാകെ. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതോടുകൂടെ എന്റെ മനസ്സിലേക്ക് പിന്നെ എവിടുന്നാണ് മൂരിക്കുട്ടനെ കിട്ടുക എന്നുള്ള ചിന്ത അങ്ങോട്ട് വന്നു. പിന്നെ സലാം വീട്ടുന്നവരെ അതാ പറഞ്ഞത്, ഇമാമിനെ ചാണകം മണക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാന് നജസുള്ളവന്റെ പിന്നാലെ നിസ്കരിക്കാണ്ടാവൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറി ഒറ്റക്ക് നിസ്കരിച്ചത്. എങ്ങനുണ്ട്? അതാണ് നഫായിസുദ്ദുറാരി കിതാബുൽ അർഖിയ ജൗഹറത്തുത് തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ. അതാണ് സൂഫിയാക്കളുടെ ഗ്രന്ഥവും സൂഫിയാക്കളും. അതിനെ ചില വലിയ ആളുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട് എന്ന് കേട്ടു. സുന്നി സ്റ്റേജുകളിൽ പങ്കെടുക്കുന്നവർ തന്നെ വല്ലാതെ കളിക്കരുത്, എല്ലാരെയും ഞങ്ങൾ ഇരുത്തേണ്ടടുത്തിരുത്തും എന്ന് വളരെ താഴ്മയോടെ പറയാണ്. സൂഫിയാക്കളെ നിഷേധിക്കുന്നവൻ സുന്നിയാവൂല. കാരണം അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് നേതാക്കന്മാർ. വളരെ ചിന്തിക്കണം. എങ്ങനെയാ അവരെ കാര്യം? അങ്ങനെയാ. എന്തും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരാള് രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗമില്ല. സിയം വലിയുള്ളാഹി അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട പറഞ്ഞാൽ രോഗമില്ല. അത് ഒന്നെണീറ്റിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു രോഗം? പിന്നുണ്ടായിട്ടില്ല. മാഷാ അല്ലാഹ്. ഇതാ ഒരനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വയറ്റിന്റെ രോഗം വേണ്ടാന്ന് പറഞ്ഞു, പിന്നുണ്ടായിട്ടില്ല. എന്റെ മൂത്താപ്പാന്റെ മകളോട് പറഞ്ഞു തലവേദന വേണ്ടെന്ന് പറഞ്ഞു, ഉണ്ടായില്ല. രോഗം വേണ്ട, രോഗമില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, സയ്യിദുനാ ഈസ തന്നെയായിരുന്നു ഈസ നബി. രോഗം വേണ്ട, രോഗമില്ല. 50,000 ആളുകളൊക്കെ ഒരുമിച്ച് ഓടും. എന്നിട്ട് പറയും ഈസ നബിയെ രോഗമാണ്. ഇസ്രായേലിൽ രോഗം പടർന്നു പിടിച്ച കാലത്താണ് ഈസ നബി വന്നത് അലൈഹി സ്വലാത്തു വസ്സലാം. രോഗം വേണ്ട, രോഗമില്ല. പിന്നെ രോഗമില്ല. അങ്ങനെയാ. എത്രയാ ഇന്ന് നമ്മൾ പടിഞ്ഞാറിന്റെ നിലയ്ക്ക് ഖുർആനെയും കണ്ടു. അവർ കണ്ടനെ വിശ്വസിക്കൂ. നമ്മളും ഖുർആനിൽ നമ്മളെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രം വിശ്വസിച്ചു. അതിനപ്പുറം നമ്മൾ ചിന്തിച്ചില്ല. ഇവിടെ ഉണ്ടായിരുന്നു അമ്പംകുന്നത്ത് പീരാനവലിയപ്പാപ്പ എന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്ത് ഒരു മണ്ണാത്തി പെണ്ണ് ചെന്നിട്ട് പറഞ്ഞു, ആകെ വ്രണമായിരുന്നു, രോഗം മാറണം. മുസ്ലിമാവോ എന്ന് ചോദിച്ചു. മുസ്ലിമാവും പറഞ്ഞു. എന്നാ രോഗം മാറും. രോഗം ഉണ്ടാവില്ല, പോയിക്കോന്നാം. രോഗം പോയി. പെണ്ണ് മുസ്ലിമായി.
എന്നല്ല പെണ്ണ് പിന്നെ വലിയത്തായി. ആ പെണ്ണിന് വെള്ളം മൂടിക്കൊടുക്കാൻ ഇജാസത്ത് നൽകി. നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും ഈ പെണ്ണിന് ഫാത്തിമ ബീവി എന്ന് പേര് കിട്ടി. ആ പെണ്ണിന്റെ അടുത്തേക്ക് വെള്ളം മൂടാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു. ഊടിക്കൊടുത്ത രോഗം ഈ പെണ്ണ് രോഗം മാറ്റിയിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് മുതലുണ്ടാക്കി. അത് പട്ടാമ്പി, നെല്ലായ, ചെറുപ്പശ്ശേരി ഭാഗത്ത് ആ സ്ത്രീ 100 കണക്കിന് ഏക്കർ വാങ്ങിക്കൂട്ടിയിട്ട് ഒരു ദീനീ സ്ഥാപനത്തിന് വഖഫ് ചെയ്തു. ഈ മണ്ണാത്തിയായിരുന്ന പെണ്ണ്. ആര് കാരണം? ബീരാനോലെ പാപ്പ കാരണം. എന്തേ? കിട്ടേണ്ടവരെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ആരും നന്നാവും. മണ്ണാത്തിയെ വലിയത്താക്കി. ആര്? ബീരാനോലെ പാപ്പ. ഒരാൾ ചെന്നിട്ട് ബീരാനോലെ പാപ്പാനോട് പറഞ്ഞു, എന്റെ പശുവിനെ കാണാനില്ല അലി പാപ്പ. അപ്പോൾ പറഞ്ഞു, ഇതൊരു വയറിളക്കി കളാറ്. എന്നെ കളിയാക്കാൻ തോന്നി. ഇയാളാകെ ബേജാറായി. മനസ്സിലായില്ല. പശുവിനെ കാണാനില്ലായിരുന്നു ഒരാളുടെ. അയാൾ ഔലിബാബാന്റെ അടുത്ത് എന്നെ പറഞ്ഞു, എന്റെ പശുവിനെ കാണാനില്ല എന്നാണ്. അപ്പൊ എന്നാ പറഞ്ഞു, എന്ന് വയറിളക്കുക എന്ന് പറഞ്ഞു. ഇയാൾക്ക് തോന്നി ഇന്നെ കളിയാക്കിയതാണ്. വീട്ടിലൊന്ന് ഇയാൾ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഔലിബാബ എങ്ങനെയാ പറഞ്ഞത്? എന്നെ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ എന്ന് വയറിളക്കെന്ന് പറഞ്ഞു എന്നാണ്. ഇയാൾക്ക് ഒരു റാഹത്തില്ലായ്മ. ഔലിബാബ നമ്മളെ കളിയാക്കിയതാന്ന് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ഔലിബാബ പറഞ്ഞല്ലേ നിങ്ങളൊന്നാണ് വയറിളക്കിക്കാളി, ഒന്നുമില്ലെങ്കിലും നിങ്ങളപ്പം കടന്നുറങ്ങാനെങ്കിലും സുഖം ഉണ്ടാവുമല്ലോ, ഒന്ന് വയറിളക്കി എന്ന് പറഞ്ഞു. ഇയാൾ വയറിളക്കിയിട്ട് ഇയാൾക്ക് സമാധാനമില്ല. ഇയാൾ പോവുക, പശുവിനെ അന്വേഷിച്ച് പോവുക. അങ്ങനെ പോവും. എവിടെ ഒരു പൊന്തയോ കാടോ കണ്ടാൽ അവിടെ ഇരിക്കും. അടുത്തടുത്ത് വള്ളച്ചാലിൽ പോയിട്ട് കഴുകും, പിന്നെ പോകും. പോയി അങ്ങനെ ഒരു പുഴമാടിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾക്ക് വീണ്ടും വയറ്റുനോയി. അങ്ങനെ കഴിഞ്ഞ് പുഴയൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴുകാൻ ചെന്നപ്പോണ്ട് ആ പുഴമാട്ടുമ്മൽ പശു. ഇപ്പൊ എന്തൊക്കെ കിട്ടി? ഇപ്പൊ പശുവിനെയും കിട്ടി, വയറ്റുള്ളത് പോയി കിട്ടി, ഒക്കെ റാഹത്തായി. എന്തേ? എങ്ങനുണ്ട്? ഇതാണ് സൂഫിയാക്കൾ. അവരാണ് ഇവിടെ ദീൻ പഠിപ്പിച്ചത്. അവരെ കണ്ടവരും ഇങ്ങോട്ട് ഒഴുകി. കാരണം അവരെ മനസ്സിന്, അവരെ ഹൃദയത്തിന്റെ വിശാലത, സത്യം, നീതി. ഒരു കാര്യം പറഞ്ഞാല് എത്രയോ ആള് ഈ പറഞ്ഞു നോക്കാൻ ആയിരക്കണക്കായ ആളുകൾക്ക് അനുഭവം. വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാര് അടുത്തേക്ക് ഒരാൾ ചെന്നു. അയാൾക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞു. ദുആ ചെയ്യിപ്പിച്ചു. കുട്ടികളുണ്ടാവും, പോയിക്കോന്നു. 13 കൊല്ലം കുട്ടികളുണ്ടായില്ല. ഇയാൾക്ക് ബാപ്പ മുസ്ലിയാരിൽ സംശയം തോന്നി. 13 കൊല്ലം കുട്ടികളുണ്ടായില്ല. എന്നാൽ ഒരിക്കൽ അയാൾ തന്റെ ഭാര്യയിൽ ഫാഹിഷത്ത് ദർശിച്ചു. ഭാര്യയുടെ തെമ്മാടിത്തരം ഒരിക്കൽ ബോധ്യപ്പെട്ടു. അങ്ങനെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി പുതിയ കല്യാണം കഴിച്ചു. ഉടനെ കുട്ടി ഉണ്ടായി. അനുഭവസ്ഥ എന്നോട് വന്ന ഉടനെ കുട്ടി ഉണ്ടായി. എന്തുകൊണ്ട്? ഇത് കറാമത്തിന്റെ കുട്ടിയാണ്. ഇത് ഫാഹിഷത്തിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂല. ഭാര്യയെ മാറ്റി കുട്ടിയുണ്ടായി. ചപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാര് ചിന്തിക്കുക. അങ്ങനെയാണ്, വളരെ ചിന്തിക്കണം. ഇതാണ് മഹാന്മാരായ സൂഫിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. അവരാണ് ഇവിടെ ദീനീ പ്രബോധനം നൽകിയത്. ഇതാ സയ്യിദ് ജിഫ്രി എന്ന മഹാന്യരാണ് ഈ മാനാഞ്ചിറക്കുളം. അവിടുന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. കോഴിക്കോട്ട് വെള്ളക്ഷാമമുള്ള ഒരു കാലത്ത് ഇതാ മാനാഞ്ചിറക്കുളം സൂഫിയായ മഹാനായ സയ്യിദ് ജിഫ്രി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്, ടിപ്പു സുൽത്താന്റെ ഷെയ്ഖാണ് സയ്യിദ് ജിഫ്രി. മനസ്സിലായില്ലേ? ടിപ്പു സുൽത്താൻ തന്നെ വലിയ, ടിപ്പു സുൽത്താൻ വലിയ എന്ന് പറഞ്ഞ വലിയ 45-ാമത്തെ വയസ്സിൽ മരിക്കാൻ. ഇങ്ങനെ ഒരു ചരിത്രം ലോക ചരിത്രത്തിലില്ല. അതിനുശേഷം ദി സൈഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന കിദ്വായിയുടെ ഒരു പുസ്തകമുണ്ട്. എന്താണ് വിശദീകരിച്ചിട്ടുള്ളതെന്ന് അറിയാം. വളരെ ചിന്തിക്കണം. ഷഹീദ് ടിപ്പു സുൽത്താൻ ഈ മഹാന്റെ മുരീദായിരുന്നു. നടക്കാൻ ഇറങ്ങിയതാ വെള്ളക്ഷാമമുള്ള ഒരു കാലത്ത് കോഴിക്കോട്ട്. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു കുളം കുത്തിയാൽ കോഴിക്കോട്ടേർക്ക് ആവശ്യമുള്ള വെള്ളം അവിടുന്ന് കിട്ടും. ഇന്നത്തെ അവസ്ഥ എന്താ? ഏത് ക്ഷാമമുള്ള കാലത്തും മാനാഞ്ചിറക്കുളം വറ്റിയിട്ടില്ല. കോഴിക്കോട്ടെ ഏറ്റവും വലിയ തണുപ്പുള്ള സ്ഥലം
ആ മാന എന്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, കോഴിക്കോട്ടേക്കൊക്കെ വല്ല ആവശ്യത്തിന് വന്നാൽ ഇങ്ങനെ നടന്നിട്ട് അവിടെ പോയി നിൽക്കും. നല്ല വേനലാണെങ്കിലും ആ വെള്ളം ഇങ്ങനെ വണ്ടിക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആ ഭാഗത്ത്, ആ ബാങ്കിന്റെ ഒക്കെ ആ ഭാഗത്തുണ്ട് ഒരു വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു തണുപ്പാണ് ഏത് വേനലാണെങ്കിലും. എന്റെ ഇത് സയ്യിദ് ജിഫിരിയുടെ കറാമത്താണ്. മാനവിക്രമം രാജാവ് സ്ഥലം കൊടുത്തു, അതുകൊണ്ടാണ് മാനാഞ്ചറാണ് പറഞ്ഞത്. സയ്യിദ് ജിഫിരി സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ഓർ പറഞ്ഞ സ്ഥലത്ത് കുത്തിയാൽ അവിടെ വെള്ളമുണ്ടാകുമെന്ന് മാനവിക്രമൻ പറഞ്ഞു. മാനവിക്രമൻ സ്ഥലം കൊടുത്തു, സയ്യിദ് ജിഫിരി സ്ഥലം ചൂണ്ടിക്കാണി കൊടുത്തു. പൈസ ചെലവാക്കിയത് ടിപ്പു സുൽത്താനാണെന്ന് ഒരഭിപ്രായം. ഏത് ഇന്നും നിലക്കാത്ത മാനാഞ്ചറയിലെ വെള്ളം കറാമത്തിന്റെ വെള്ളം. നിങ്ങൾ ചിന്തിക്കണം. അതാണ് ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ. ഇതാണ് മഹത്തുക്കളായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. ഇവരാണ് നിങ്ങൾ ചിന്തിക്കണം. ഇതാ ബഹുമാനപ്പെട്ട പ്രഗൽഭ സൂഫിയായിരുന്നു മഞ്ഞക്കുളത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഗുരുവാരെ മഖ്ബാറൻ ദരികിൽ തീവണ്ടിക്ക് കുത്തി തറച്ചോന്റെ കുതിരെ കുന്നോവർ. അങ്ങനെ ഗുരുവാരെ മഖ്ബാറൻ ദരികിൽ തീവണ്ടിക്ക് കുത്തി തറച്ചോന്റെ കുതിരെ കുന്നോവർ. സായിപ്പ് മഖ്ബറ പൊളിക്കാൻ വേണ്ടി സായിപ്പ് വന്നു. അതിലൂടെ തീവണ്ടിപ്പാല കൊണ്ടുപോകേണ്ടിയിരുന്നു. തീവണ്ടിപ്പാലൊക്കെ കുറ്റിയടിക്കാൻ വേണ്ടി, മഖ്ബറ പൊളിക്കാൻ വേണ്ടി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പൊളിക്കാൻ വേണ്ടി സായിപ്പ് വന്നു. കുതിരപ്പുറത്ത് വന്നിറങ്ങിയിട്ട് കുതിരയെ കെട്ടി അതാ പ്ലാൻ എടുത്തിട്ട് കുറ്റിയടിക്കാൻ ഒരുങ്ങുമ്പോൾ സായിപ്പ് വന്ന ഉന്നതമായ അശ്വം, ഉന്നതമായ കുതിര വീണ് ചത്തൂ. സായിപ്പിന് ചിന്തിച്ചു, ഇത് നമ്മൾ കളിച്ചാൽ അത് നല്ലല്ല. സായിപ്പ് ഒഴിവായി പോയി, തീവണ്ടി വളച്ചു. ഇന്നും അവിടെ തന്നെയാണ്. അതാണ് ഗുരുവാരെ മഖ്ബാറൻ ദരികിൽ തീവണ്ടിക്ക് കുത്തി തറച്ചോന്റെ കുതിരെ കൊന്നോവർ. നമ്മളെന്ത് പറഞ്ഞു? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ട്. അന്നാസ്വാദു, മനുഷ്യൻ അവന് കഴിവില്ലാത്തതിന്റെ ശത്രുവാണ്. എനിക്ക് കഴിയാത്തതിന് ആർക്കും കഴിയില്ല. എന്റെ സംഘടനയിൽ ഇത് കഴിയുന്ന ഒരാളില്ലെങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കുക, അങ്ങനെ ഒരാൾക്കും കഴിയില്ല. ചില സംഘടനകളിലൊന്നും അതിന് ആളില്ല. എന്ത്? എന്റെ തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ അവിടുത്തെ പള്ളിയിലേക്ക് മാർച്ച് ചെയ്തവർ തൂത്തിപ്പോയില്ലേ, ഇനിയും തൂത്തിപ്പോകും. ഇത് പാഠം പഠിക്കും. അത് മതിയോ? അസുറിന്റെ വലിയാണ്. ജീവിക്കുന്നവരെ വല്ലാതെ പ്രശംസിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാ. അസുറിന്റെ വലിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മഹാനാണെന്ന് ശംസുൽ ഉലമ പോലും അനവധി ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ തൂറ്റിപ്പോയില്ലേ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനുഷ്യൻ ചിന്തിക്കണം. അതാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സുനഫായി സുദ്ദുറാരി കിതാബുൽ അർഖിയ ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ. അതിനെന്ത് വേണം? ഇവിടെ തസവുഫ് മടങ്ങി വരണമെങ്കിൽ പള്ളി ദർസ് മടങ്ങി വരണം. പള്ളി ദർസ് മടങ്ങി എന്നാ പോരാ, മൊലാളിമാരെ മക്കളെ പറഞ്ഞേക്കണം. ഇവിടെ എന്റെ നമ്മളെ കുട്ടികളെ നമ്മൾ വെസ്റ്റേണിസം തീറ്റി കണ്ണ് പൂട്ടുന്നവര് ഈ ബെയ്ത്ത് ചെല്ലുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ണ് പൂട്ടുന്നവർ ഈ ബെയ്ത്തിലിരുന്നു. കാരണം എല്ലാവരും ദർസിൽ 2-3 കൊല്ലം പഠിക്കും. ഇതായിരിക്കുന്ന തങ്ങൾ പാപ്പ അവരോട് ചോദിക്കും, ചെറുമോത്ത തങ്ങൾ പാപ്പ ധരിക്കണം ഇവരെ ജമാനില് ദർസ് പഠിക്കാത്തൊരു നാടനുണ്ടോ? ഇന്നലില്ലാഹി ഇബാദൻ ഫൂതാന തല്ലഖുദ്ദുനിയ വഖഫുൽ ഫീതന നളറൂഫി ഹമ ഫലമാലിമു അന്നഹാ ലൈസത്തിൽ ഹൈൻ വതന ജഅലുഹാ ലുജ്ജതൻ വതഖറു സാലിഹൽ അമാലി ഫീഹാ സൂഫനാ. നന്മ നാട് നീങ്ങി. കാരണം എന്തുകൊണ്ട്? പള്ളി ദർസ് പോയി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഉറക്കം പറയാം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണം. ഇത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. പള്ളി ദർസുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഹദ്ദാദ് ചെല്ലിയിരുന്നു. ഹദ്ദാദ് ചെല്ലാത്ത വീടോ പള്ളിയോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ,
ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അസൂയ പോകാനും അസൂയ ഫലിക്കാതിരിക്കാനും. ഒരാൾ നമ്മളെ അസൂയപ്പെട്ടാൽ ഫലിക്കാതിരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാൾ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കണ്ട ഒരനുഭവം എന്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സാംസ്കാരിക രാഷ്ട്രീയ മുസ്ലിം നവോത്ഥാന നേതാക്കളിൽ ഒരാളായിരുന്ന, ഞാൻ രാഷ്ട്രീയം പറയല്ല, ഒരാളായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ കാണാൻ വേണ്ടി വാപ്പ പോയ ഒരു അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. മഗ്‌രിബിന് പള്ളിയിൽ വന്നിട്ട് ഇശ കഴിയാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. മഗ്‌രിബ് നിസ്കരിച്ച് അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലി, പിന്നെ കുറെ സുന്നത്ത് നിസ്കരിച്ചു. അപ്പോൾ ഇശാന്റെ ബാങ്ക് കൊടുത്തു. അത് കഴിഞ്ഞ് റവാത്തിബ് നമസ്കരിച്ച് അവിടെ ഇരുന്നപ്പോൾ ഹദ്ദാദ് ചൊല്ലി, എല്ലാവരും ഇരുന്ന്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ റവാത്തിബും കഴിഞ്ഞിട്ട് പിന്നെയാണ് പുറത്തിറങ്ങിയത്. ചിന്തിക്കണം, ഇതിന്റെ വാപ്പനോട് പലവട്ടം പറഞ്ഞൊരു അനുഭവം. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആളുകൾക്ക് വരെ, രാഷ്ട്രീയ നേതാക്കൾക്ക് വരെ ഹദ്ദാദ് ചെല്ലാത്ത ഒരാളുണ്ടായിരുന്നില്ല. ഇന്നെന്താ അവസ്ഥ? ഇന്നത്തെ എന്താ? എല്ലാ നന്മയും പോയി. കാരണം എന്താ? പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ട നേരത്തെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളി ദർസ് മടക്കി കൊണ്ടുവരണം, അത് നിർബന്ധം. ഇത് സമുദായം രക്ഷപ്പെടില്ല. നമ്മളെ കുട്ടികളെ നമ്മൾ ആ നേരത്തെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു. കമ്പ്യൂട്ടർ സെന്ററിൽ അവരെന്താ കാണുന്നത്? ബ്ലൂ ഫിലിം. അവരാ ഹദ്ദാദ് ചെല്ലിയിരുന്ന സമയത്ത് അവര് കാണുന്നത് ബ്ലൂ ഫിലിം. എങ്ങനെയാ ഉമ്മത്ത് നന്നാവും? എങ്ങനെയാ സമുദായം നന്നാവും? ആ മക്കളെയും അവന്റെ പെങ്ങളെയും ആങ്ങളെയും ഒരുപോലെ ഒരു നേരത്തെ വീട്ടിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതാണ് ഇന്നത്തെ സാഹചര്യം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു എങ്ങനെയായത്? തമ്മാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ ആശായിരുന്നില്ല. ഇന്ന് സാർവത്രികമാണ് കാര്യം. കാരണം ആത്മാവിന്റെ ഭക്ഷണം, റിസ്ഖുൽ അസ്ഫിയാ, ആത്മാവിന്റെ ഭക്ഷണം, സൂഫിയാക്കളുടെ ഭക്ഷണം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കണമേ റബ്ബേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ, തൗഫീഖ് ചെയ്യണമേ റബ്ബേ, വിഷമങ്ങൾ തീർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മാണിയൂര് കണ്ണൂരിനും ധാരാളം അപ്പുറം സുബഹി നിസ്കരിച്ച് പാഞ്ഞു വന്നതാണ് ഈ സദസ്സിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി. മിനിഞ്ഞാന്ന് ഞാൻ ബഹുമാനപ്പെട്ടവർക്ക് വിളിച്ചപ്പോ ദുബൈയിൽ നിന്ന് വരുന്ന വണ്ടിനാണ് അറ്റൻഡ് ചെയ്തത്. ഞാൻ ദുബൈയിൽ ഇറങ്ങി വരണേ ഉള്ളൂ, എന്താണെങ്കിലും മറ്റന്നാ വരും എന്ന് എന്നോട് പറഞ്ഞു. ഈ സദസ്സിനോടും ദീനിനോടും വളർന്നു വരുന്ന ഞങ്ങളെപ്പോലെയുള്ള തലമുറകളോടുമുള്ള അവരുടെ പ്രോത്സാഹനവും സ്വീകാര്യതയും താല്പര്യവും ഒക്കെയാണ് അതിന് കാരണം. അല്ലാഹു തആല ആ ആലിമീങ്ങൾക്കൊക്കെ ഇസ്സത്ത് നൽകട്ടെ. CK മാണിയൂര്, അത് അള്ളാഹു അവർക്കൊക്കെ നല്ല റഹ്മത്തും റാഹത്തും കുടുംബത്തിലെ അഭിവൃദ്ധിയും അല്ലാഹു തആല നൽകട്ടെ. ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി കണ്ണൂരപ്പുറത്ത് നിന്ന് വന്നവരാണവർ. പിന്നെ ധാരാളം ആളുകളുണ്ട്. തുടക്കം മുതലേ ഇവിടെ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ തന്നെ സംഘാടകൻ മുക്കമുബർ ഫൈസി, പിന്നെ നമ്മുടെ നാട്ടുകാര അബുഹാജി, വളരെ കൃത്യമായി ഭാര്യയുടെ ഉമ്മാക്ക് വളരെ ബുദ്ധിമുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടും ഈ പരിപാടി മുടങ്ങാതെ വന്നിരുന്ന അവരുടെ ഭാര്യയുടെ മാതാവ് മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعزنا بعزتك وانصرنا بنصرتك وارحمنا برحمتك ورحمتك وسعت كل شيء. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم اجعلنا من التوابين وجعلنا من المتطهرين وجعلنا من عبادك الصالحين وجعلنا من أهل الجنة ولا تجعلنا من أهل النار. يا ودود يا ودود يا ودود يا فعال لما يريد يا ذا العرش المجيد يا فعال لما يريد. نسألك بعزتك يا الله وبأسمائك الحسنى وبصفاتك العلى وبحق حبيبك محمد وبحق جبريل وبميكائيل وبإسرافيل وبعزرائيل وبسائر ملائكتك الكرام بالحفظة الروحانية الإنسية والجنية. ونسألك يا الله أن تحفظنا من كل ذي شر، أن تحفظنا من سحر الساحرين ومن عين العائنين من فساد المفسدين ومن كبر المتكبرين من شر كل ذي شر. ഷംസുൽ ഉലമയും കണ്ണിയത്തോരും പാണക്കാട്ട് പൂക്കോയയും
വഫഖ് തങ്ങളും ഇവിടെ വെളിച്ചമാക്കി വന്ന ആ വഴി ഉജ്ജ്വലിപ്പിച്ച് ഞങ്ങളെ പദ്ധതി തീർത്ത് അവരെ പോലെ വെളിച്ചമുള്ള ഒരു ജനത കേൾപ്പിച്ചു കൊടുത്ത് കണ്ണടക്കാൻ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെ ഈ സദസ്സ് നീ നിലനിർത്തണമേ റബ്ബേ. ഇതിനെ സഹായിക്കുന്നവരെ സഹായിക്കണമേ റബ്ബേ. സ്വർഗം ദാനമായി തരണമേ റബ്ബേ. ഞങ്ങൾക്കതിനൊന്നും കരുത്തില്ല. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അവസാനത്തെ 10ലേക്ക് ഞങ്ങൾ കടന്നു. പടച്ചോനെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങളൊന്നും ചെയ്താൽ റബ്ബേ റഹ്മാനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി അമൽ ചെയ്താൽ കബൂലാക്കേണ്ടത് നീയാണ്. നീ കബൂലാക്കണമേ തമ്പുരാൻ. ഞങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ബോധ്യവുമില്ല. ഞങ്ങൾ വിഡ്ഢികളാണ്, ഞങ്ങൾ വിരലില്ലാത്തവരാണ്. പൊക്കുന്ന കൈ പോലും ദമ്പുള്ള കൈയാണ് പടച്ചോനെ. എങ്കിലും നീ കുറ്റമില്ലാത്തവനെ, ഞങ്ങളല്ലേ കുറ്റമുള്ളവർ, നീ കുറ്റമില്ലാത്തവനല്ലേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെമ്പാടും കുറ്റമുള്ളവരാണെങ്കിലും ഞങ്ങളെ കുറ്റത്തിന് പരിധിയുണ്ട്, നിന്റെ മഗ്ഫിറത്തിന് പരിധിയില്ല. ഞങ്ങൾക്ക് കുറ്റത്തിനൊരു പരിധിയുണ്ട്. ഞങ്ങൾ എത്ര കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പരിധിയുണ്ട്. നിന്റെ മഗ്ഫിറത്തിനോ പരിധിയില്ല. അറ്റല്ലാത്ത നിന്റെ മഗ്ഫിറത്തിന്റെ ബഹറിൽ അതിന്റെ ഒരു മൂലയിൽ തൊടാൻ പോലും ഞങ്ങളെ ദമ്പുണ്ടാവൂല. അല്ലാഹുവേ, മാപ്പാക്കണമേ റബ്ബേ, പൊറുത്തരണമേ റബ്ബേ. പിന്നെ അമലിന്റെ കാര്യം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ്. ഞങ്ങളെ അമലല്ല, ഞങ്ങളെ പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ്. ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ അഴുത്ത് കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, കഴിഞ്ഞ കൊല്ലം ബുദ്ധിമുട്ടിയും ഇവിടെ പാഞ്ഞു വന്നു. അന്നും ആ മനുഷ്യന് രോഗമുണ്ട്. ഇവിടെ വന്ന് കരളരിയിപ്പിക്കുന്ന ഒരു ദുആയും ചെയ്ത് നല്ല വാക്കും പറഞ്ഞ് ഇവിടുന്ന് പോയ സയ്യിദ് ഉമർ ലൈശിയാഹുലങ്ങൾ, ആ നാമത്തിലാണ് ഈ നഗർ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ. എന്റെ വഴി നല്ലതാണ് കേട്ടോ എന്ന് മരണത്തിലും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ മഹാൻ, മരിക്കുമ്പോഴും ഈ വഴി തന്നെ തെരഞ്ഞെടുത്തോളൂ കേട്ടോ, ഈ വഴി നല്ലതാണ് എന്ന് മരണം കൊണ്ടുപോലും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ മഹാൻ. പഠിച്ചവനെ, നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ. ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. അങ്ങനെ പലരും ഈ സദസ്സിൽ 2 കൊല്ലം മുമ്പ് വന്നിരുന്ന് കാസറ്റ് മുഴുവനും കൊണ്ടുപോയി കേട്ട പാണക്കാട്ട ഉമ്മയായ ഷരീഫ ഫാത്തിമ ബീവി, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ മകളും പാണക്കാട്ട് വല്യങ്ങൾ പാപ്പാന്റെ ഭാര്യയുമായിരുന്നവർ ഈ ക്ലാസ്സിൽ വന്നിരുന്ന് മുഴുവനും ക്ലാസ് കേൾക്കുകയും അവർക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഈ പള്ളിയിൽ വല്യങ്ങൾ പാപ്പ ചാരിയിരുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. പഠിച്ചവനെ, അവരിന്ന് മണ്ണിന്റെ ചുവട്ടില. നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, നീ മർഹമത്ത് നൽകണമേ റബ്ബേ. ആ മഹാന്മാരിലേക്ക് ഞങ്ങളെ ചേർത്ത് മുസ്തഫ നബിയിലേക്ക് ചേർക്കണമേ റബ്ബേ. എല്ലാ നല്ല മനുഷ്യന്മാരും ഞങ്ങളെ ഇഷ്ടപ്പെടണമേ റബ്ബേ. എല്ലാ നല്ല മനുഷ്യന്മാരും ഞങ്ങളെ ഇഷ്ടപ്പെടണമേ റബ്ബേ. ഞങ്ങളൊക്കെ മരിച്ചാല് അയാൾ ഒരു നല്ലോനായിരുന്നു എന്ന് മുഅ്മിനീങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമേ റബ്ബേ. ദുന്യാവിലെ റിയാഇനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ആഖിറത്തിലെമ്പാടും നിറച്ചു തരണമേ റബ്ബേ. കൃഷിയിലും കച്ചവടത്തിലും ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അഭിവൃദ്ധി തരണമേ റബ്ബേ. എടുത്ത പോക്കറ്റിൽ നിന്ന് 1.5 ലക്ഷം 2.5 ലക്ഷം എടുത്താലും അതിനേക്കാൾ ഇരട്ടി ആ പോക്കറ്റിൽ നിറച്ചിട്ട് കൊടുക്കണമേ തമ്പുരാൻ. കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, രക്ഷിതാവേ, ക്യാൻസറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഹാർട്ടിന്റെ തകരാറ്, കിഡ്നിയുടെ തകരാറ്, ശ്വാസകോശ കുഴപ്പങ്ങൾ എല്ലാത്തിനെ തൊട്ടും കാക്കണമേ റബ്ബേ. വഷളത്തരത്തിന്റെ എയ്ഡ്സ് രോഗം ഒരു മുസ്ലിം കുടുംബത്തിലും ഉണ്ടാകരുത് തമ്പുരാന്. നീ കാക്കണമേ റബ്ബേ, നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. 40 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വലിയുണ്ടാണ് ഉണ്ട് എന്നാണല്ലോ. ഇത് 40 അല്ല, ആയിരക്കണക്കിനാണ് പഠിച്ചവനെ. സ്വായിമീങ്ങളുമാണ്. ആ മുഅ്മിനീങ്ങളെ ബറക്കത്തുകൊണ്ട് ദുആ ഖബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇറാഖികൾക്ക് മോചനം നൽകണമേ റബ്ബേ. അവരെ പ്രശ്നങ്ങൾ തീർക്കണമേ റബ്ബേ. അവരെ നരയാനായാട്ട് നടക്കുന്ന തമ്മാടിക്കൂട്ടത്തിന് ഒന്നിരിക്കൽ ഹിദായത്ത് കൊടുക്കണമേ റബ്ബേ. അല്ലെങ്കിൽ അവരെ ശരണ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാക്കണമേ റബ്ബേ. മാറാട്ടിലെ കുറ്റവാളികളാണെങ്കിലും നിരപരാധികളാണെങ്കിലും അല്ലാഹുവേ, പാവപ്പെട്ടവരെത്രയോ ജയിലിലുണ്ട്. അവരൊക്കെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, സാമുദായിക സ്പർദ്ധയെ തൊട്ട് കാക്കണമേ റബ്ബേ. മാറാട്ടിലെ ഹിന്ദുക്കൾ തന്നെ വന്ന് അത് സാരല്ല, ഞങ്ങൾ ക്ഷമിച്ച് ഇനി പോട്ടെ, ഇനി നമ്മളുടെ ഇടയിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത്, നമ്മളൊരു നാട്ടുകാരാണ്, ഒരു ചോരയാണ് എന്ന് പറയുന്നൊരവസ്ഥ അല്ലാഹുവേ, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. എല്ലാരെയും നന്നാക്കണമേ റബ്ബേ. അസൂയയെ തൊട്ടും കലാപങ്ങളെ തൊട്ടും എല്ലാവരെയും കാക്കണമേ തമ്പുരാനെ. ഞങ്ങളെ രാജ്യത്തിന് നല്ലത് വരണമേ റബ്ബേ. ഞങ്ങളെ സംസ്ഥാനത്തിന് നല്ലത് വരണമേ റബ്ബേ.
അല്ലാഹുവേ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലും അങ്ങാടിയിലും ബോംബ് വെക്കുന്നവർക്ക് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ഏതെങ്കിലും മുസ്ലിം അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവന് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ആരെങ്കിലും മുസ്ലിമിന്റെ തലയിലിടാൻ വേണ്ടി ആജാതി തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ കാക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്റെ അബൂബക്കറിനെയും എന്റെ ഉമറിനെയും ഞാൻ കൈ പിടിച്ചാണ് കൊണ്ടുവരിക. ഇവരെ രണ്ടാളെയും കൈ ഞാൻ പിടിച്ചുകൊള്ളും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, ഞങ്ങൾക്കും മഹ്ശറയിൽ കൈ പിടിക്കാൻ ഒരാളെ കിട്ടണമേ. ഞങ്ങൾക്ക് ഒരാളെ തരണമേ റബ്ബേ. ഈ ഇത്രയും കണ്ടു കാണപ്പെട്ട മഹാന്മാരൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഒരാളെങ്കിലും ഞങ്ങളെ കൈമ പിടിച്ചിട്ട് എന്നിട്ട് പോരെ നമുക്കൊന്ന് പോയി നോക്കുക, റബ്ബ് നമ്മളെ ഒഴിവാക്കൂല എന്ന് പറയാൻ ഒരാളെ കിട്ടാൻ വേണ്ടിയാണ് റബ്ബേ. എന്റെ കോടതിയിലേക്ക് വരുമ്പോ ഒരാളെ ഞങ്ങൾക്കും നൽകണമേ റബ്ബേ. ഒരാളിലേക്ക് ഞങ്ങളെ കയ്യുമേൽപ്പിക്കണമേ റബ്ബേ. ഒരാളെ കയ്യിലേക്ക് ഞങ്ങളെ കയ്യുമേൽപ്പിക്കണമേ റബ്ബേ. നീ ഞങ്ങളെ വെറുതെ ആക്കത്തേ റബ്ബേ. അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ.